സീതയുടെ വീട്ടിലെത്തുന്ന മതികല സീതയെ എത്രയും വേഗം തിരികെ വിളിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു. മാണിക്യമംഗലത്തെ പണവും ആഭരണങ്ങളും എടുത്ത് ഒന്നിച്ച് രക്ഷപ്പെടാമെന്ന് ചന്ദ്രു പറയുന്നു. അമ്മയോട് മാപ്പപേക്ഷിക്കുന്ന മതികല ശാരദയുടെ ശബ്ദം കേട്ട് ഭയക്കുന്നു. രവി മൈലമ്മയുടെ ATM കാർഡ് ഉപയോഗിക്കുന്നത് മതികല കണ്ടുപിടിക്കുന്നു. തുടർന്ന് കാണുക. നിങ്ങളുടെ ATM കാർഡിൽ എങ്ങനെ മനുഷ്യ മൈലമ്മയുടെ പേര് വരുന്നത്? എങ്കിൽ മൈലമ്മയുടെ ATM കാർഡായിരിക്കും. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഓഹോ, അപ്പൊ എന്റെ നേർക്ക് നിന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള ധൈര്യം ആയോ നിങ്ങക്ക്? എനിക്ക് എന്താടി ധൈര്യത്തിന് കുറവ്? മൈലമ്മയുടെ ATM കാർഡായത്. മൈലമ്മ എനിക്ക് തന്നത്. ആ അക്കൗണ്ടിൽ കുറച്ച് ക്യാഷും ഉണ്ട്. നിനക്ക് വേണം? നീ എന്തെങ്കിലും കാശ് തന്നാല് ദിവസത്തിൽ 10 പ്രാവശ്യം അതിന്റെ കണക്ക് എന്നോട് പറയത്തില്ലേ? അതിന്റെ പേരിൽ എന്നെ അപമാനിക്കത്തുമില്ലേ? ഇതിപ്പോ മൈലമ്മ മനസ്സറിഞ്ഞ് സഹായിച്ചതാ. അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടോ പ്രേമം കൊണ്ടോ ഒന്നുമല്ല. എന്റെ കയ്യിൽ കാശ് വരുമ്പോ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാ. പിന്നെ കയ്യിൽ കാശ് കൊണ്ട് നടക്കുന്നത് സേഫ് അല്ലെന്ന് തോന്നി. അതുകൊണ്ട് ബാങ്കിലിട്ടു. ATM-ൽ ഒരു 10-30,000 രൂപയുണ്ട്. നിനക്ക് വേണമെങ്കിൽ പോയി എടുത്തോ. 30,000 രൂപ ആർക്ക് വേണം? എന്റെ 2 ജോഡി ഡ്രസ്സിന് തികയില്ലല്ലോ അത്. ഞാൻ പിന്നെ അവളുടെ കാശെടുക്കാൻ പോവല്ലേ? നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ ഇങ്ങനെ എരന്ന് തിന്ന് ജീവിക്കാൻ? എരന്ന് തന്നെ മതി ഞാൻ ജീവിക്കുന്നത്. പക്ഷേ എരന്ന് വാങ്ങിയതൊക്കെ അധ്വാനിച്ച് ഞാൻ തിരികെ കൊടുക്കും. നിന്റെ കാശ് ഞാൻ തരും. നിങ്ങക്ക് ഈയിടെയായിട്ട് കുറച്ച് സംസാരിക്കാൻ അറിയാം. അതല്ലാതെ എന്തുണ്ട്? മൈലമ്മയുടെ കാശും അവളുടെ ATM കാർഡും കൊണ്ടുവന്നിട്ട് ഈ വീട്ടിൽ എന്റെ കൂടെ അന്തി ഉറങ്ങുന്നു. ഒരു മുറിയിൽ താമസിക്കുന്ന 2 അപരിചിതരല്ലേ നമ്മൾ? അപ്പൊ പിന്നെ ആവശ്യമില്ലാത്ത വെളിപ്പെടുത്തലുകളൊന്നും വേണ്ടാന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ അറിയാത്ത എന്തെല്ലാം രഹസ്യങ്ങളുണ്ട് നിനക്ക്. നീ ആർക്കെല്ലാം ATM-ന്ന് കാശെടുത്ത് കൊടുക്കുന്നുണ്ട്? നീ കരുതുന്ന എന്താ? അതൊന്നും ഇവിടെ ആരും അറിയുന്നില്ലെന്നാണോ? ഞാൻ ATM-ന്ന് ആർക്ക് കാശെടുത്ത് കൊടുത്തു? ആർക്കും കൊടുക്കുന്നില്ലേ? എന്റെ അമ്മ മരിച്ചിവിടെ കിടക്കുമ്പോ പോലും നീ പോയി ATM-ന്ന് കാശെടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കേണ്ടവർക്ക് കൃത്യമായിട്ട് കൊടുത്തു. അതെന്തിനാണ് കൊടുത്തതെന്ന് വരുന്ന ദിവസങ്ങളിൽ അറിയാം. നിങ്ങൾ ഞാനും തമ്മിൽ സംസാരിക്കുമ്പോ നിങ്ങൾ അമ്മയുടെ മരണം അതിനിടയിലേക്ക് വലിച്ചു വെച്ചോണ്ട് വരുന്നെന്തിനാ? നീയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഞാനത് പറയും. പിന്നെ മൈലമ്മ കാശും ATM കാർഡ് തന്നതിന് നീ ഇവിടെ കിടന്ന് തുള്ളണ്ട. നീ കാണിച്ച പോക്കരത്തരങ്ങൾ വെച്ച് നോക്കുമ്പോഴേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യുന്നുമില്ല. ഇനി ഇതിന്റെ പേരിൽ മൈലമ്മയുടെ പുറത്ത് കുതിര കയറാൻ അങ്ങോട്ട് പോവുകയും വേണ്ട. പോയാലോ? പോയാ ചിലപ്പോ ഇന്ന് വൈകുന്നേരം മുതൽ ഞാൻ അവിടെയായിരിക്കും താമസിക്കുന്നത്. മൈലമ്മയുടെ വീട്ടില്, മൈലമ്മയുടെ കൂടെ. നിനക്കിട്ട് അങ്ങനെ ഒരു മറുപടി തരാനാണ് എനിക്കിഷ്ടം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? അവളെ കെട്ടുന്നാണോ? വേണ്ടി വന്നാ ഞാൻ അവളെ കെട്ടും. കൊള്ളാവുന്ന ഒരു പെണ്ണിന്റെ കൂടെ 10 ദിവസമെങ്കിലും ജീവിച്ചിട്ട് ചാകാവടി. ഒരു പുരുഷന്റെ ജന്മമല്ലേ? നിന്നെപ്പോലൊരു രാക്ഷസിയുടെ കൂടെ ഒരു ജന്മം മുഴുവൻ കഴിയുന്നതിനേക്കാൾ നല്ലത് അവളെപ്പോലൊരു പെണ്ണിന്റെ കൂടെ 10 ദിവസം കഴിയുന്നതാണ്. അതുകൊണ്ട് ബന്ധം വേർപെടുത്തും, മൈലമ്മയുടെ നേരെ കുതിര കയറും, എന്നെ വിരട്ടും, അമ്മയെ വിളിച്ചു വരുത്തും. അത്തരം സ്ഥിരം നമ്പറുകളൊന്നും വേണ്ട. ഇതേ മൈലമ്മ തന്നതാ. ഇതിലുള്ള പണം ഞാൻ എടുത്തങ്ങ് ചെലവാക്കും. അത് ചിലപ്പോൾ സിനിമയാവും, അല്ലെങ്കിൽ സർക്കസ് ആവും. അതെന്റെ ഇഷ്ടം പോലെ ഞാനങ്ങ് ചെയ്യും. നീ അതിൽ ഇടപെടാനും അഭിപ്രായം പറയാനും ഒന്നും നിൽക്കണ്ട. പിന്നെ നീ നല്ലൊരു ഭാര്യയായി സമസ്ത അപരാധവും ഏറ്റുപറഞ്ഞ് എന്റെ മുമ്പിൽ വാ. അന്ന് മുതൽ നമുക്കൊരു ജീവിതം തുടങ്ങാം. അപ്പോ നിനക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യത്തില്ല. ഇതൊക്കെ ഞാൻ തിരിച്ചു കൊടുക്കാം. നിന്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ നിൽക്കാം. അങ്ങനെ ഒരു ജീവിതം നീ ആഗ്രഹിക്കുന്നെങ്കിലേ നല്ലൊരു ഭാര്യയാവും, ഒരു കുടുംബിനിയാവും. അതിന് പറ്റുമോ നിനക്ക്? പറ്റുന്ന ഒരു സമയത്ത് പറയേ. കേട്ടല്ലോ? മനസ്സിന് നീ ഇങ്ങോട്ട് വർക്ക്ഷോപ്പിൽ എവിടെ പോയെന്ന് പറഞ്ഞു കേട്ടു. എന്നിട്ട് എപ്പോഴാ വന്നേ? ഞങ്ങള് മിനിഞ്ഞാന്നേ വന്നു. എടി മിനിഞ്ഞാന്നല്ല പറയുന്നത്, കുറച്ച് മുമ്പേ. മിനിഞ്ഞാനെന്ന് പറഞ്ഞാ കുറച്ച് മുമ്പെന്ന് അത്ര അറിയാവോ? എന്നിട്ട് ഞാൻ ഇച്ചിരി നേരം കിടന്നുറങ്ങി. പിന്നെ വലിയേട്ടാ,
ആ? ഞാൻ ഒരു കാര്യം പറയാൻ മറന്നായിരുന്നു. ഇന്നലെ ആണെങ്കിലേ കുഞ്ഞിനെ കുപ്പിച്ചോണ്ടിരുന്നപ്പോഴേ ആ. ഞാൻ മറിഞ്ഞു നിന്ന് കണ്ടായിരുന്നേ. അടുത്ത് തന്നെ വല്യേച്ചെന്നെ വഴക്ക് പറയൂലേ, അതുകൊണ്ട് മറിഞ്ഞു നിന്ന് കണ്ടേ. വല്യേച്ചിയുടെ വഴക്കൊക്കെ മാറൂടി. നീ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല എന്ന് വല്യേച്ചിക്ക് ഉറപ്പായ നിന്റെ കയ്യിൽ കുഞ്ഞിനെ തരികയും ചെയ്യും. ആ, അങ്ങനെ മറിഞ്ഞു നിന്നപ്പോ ഞാനൊരു കാര്യം കേട്ടു. എന്തുവാ? വല്യേട്ടൻ സത്യം പറയുവോ? കുട്ടിമണിയോട് വലിയേട്ട സത്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്താ കാര്യം? മോള് പറ. അതേ, കൊച്ചേച്ചി ഉണ്ടല്ലോ, കൊച്ചേച്ചി ഇന്നലെ വല്യേച്ചോട് പറയുവാനേ, ഈ വീട്ടിൽ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് വല്യേട്ടനും വല്യേച്ചിയും മാറണമെന്ന്. അങ്ങനെ പറഞ്ഞു? ആ, പറഞ്ഞേ, ഞാൻ കേട്ടു. ഇല്ലെങ്കിൽ ഞാൻ കുഞ്ഞിനെ ഉപദ്രവിച്ചും ഞാനും മനുഷ്യനും പിത്തളയില്ലേ, നമ്മുടെ പിത്തള, ആ പിത്തളയും കൂടി കുഞ്ഞിനെ എടുത്തോണ്ട് ഓടിപ്പോവും. അതുകൊണ്ട് ഇവിടുന്ന് മാറിപ്പോണെന്ന് പറഞ്ഞു. കൊച്ചേച്ചി ഒരു വീടുണ്ട്, അത് കൊടുക്കാന്നും പറഞ്ഞു. എന്നിട്ട് എന്റെ വല്യേച്ചി എന്ത് പറഞ്ഞു? ആ, വല്യേച്ചി സമ്മതാണെന്നാ തോന്നുന്നേ. വല്യേച്ചി അതേപ്പറ്റി ആലോചന കലമോളേന്നൊക്കെ പറയുന്ന കേട്ടു. എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം വന്നു വല്യേട്ടാ. സത്യമായിട്ട് ഞാൻ കുഞ്ഞിനെ ഒന്നും ചെയ്തില്ല വല്യേട്ടാ. ഇവിടുന്ന് പോവല്ലേ വല്യേട്ടാ, ഇവിടുന്ന് കുഞ്ഞാവേം കൊണ്ട് പോവല്ലേ. എന്റെ കുഞ്ഞുവനെ കാണാലോ ഇവിടെ ഉണ്ടെങ്കിൽ. ഞാനങ്ങ് ദൂരെ മാറി നിന്ന് കണ്ടോളാം. വല്യേട്ടൻ പറയുമ്പോഴേ ഞാൻ പോയിട്ട് ഓടും. വേറെ എന്തൊക്കെ പറഞ്ഞു കൊച്ചേച്ചി? പിന്നെ പറഞ്ഞു, വല്യേട്ടന് പെങ്ങളാ വലുത്, ഫാരികയൊന്നും അല്ല വലുത്. ഫാരിക വലുതല്ലാത്തത് കൊണ്ടാ ഫാരിക പറഞ്ഞത് കേൾക്കാതെ കുഞ്ഞുമണീന് പേരിട്ടെന്നൊക്കെ പറഞ്ഞു. ആ, പിന്നെ എനിക്ക് പ്രാന്താന്നും പറഞ്ഞു. എന്റെ പ്രാന്ത് മാറ്റാൻ കുഞ്ഞിനെ ആരും കാണാതെ എനിച്ചെടുത്ത് തരുമെന്നും പറഞ്ഞു. അതുകൊണ്ട് ഇവിടുന്ന് എങ്ങനെ പോണോന്ന് പറഞ്ഞു. അപ്പൊ വല്യേച്ചി പറഞ്ഞു അത് ശരിയാണെന്ന് വല്യേച്ചിച്ചും തോന്നുന്നുണ്ടെന്ന്. അത് ബാലറ്റിനോട് പറയൂ. പറയാൻ അവളിങ്ങ് വരട്ടെ, അടിച്ചണപ്പല്ല് ഞാൻ തെറിപ്പിക്കും. ആദ്യം ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നവളുടെ സൂക്കേട് മാറ്റണം, അതാ വേണ്ടത്. അത് തന്നെ വേണ്ടേ. കൊച്ചേച്ചി വല്യേട്ടൻ രണ്ടെണ്ണം പറഞ്ഞാലുണ്ടല്ലോ, കൊച്ചേച്ചി പിന്നെ ഒന്നും പറയത്തില്ല. ആ, കൊച്ചേച്ചി ഓരോന്ന് പറയുമ്പോഴാ വല്യേച്ചിക്ക് ഇങ്ങനൊക്കെ തോന്നുന്നേ. അയ്യടി മനമേ, തീപ്പറ്റിക്കോലെ ഒരച്ചപ്പ കത്തും, ഇപ്പം കിട്ടും കൊച്ചേച്ചി. കലമളെ, ചെവി നാ കുന്തോന്നെടുത്ത് മാറ്റിക്കേ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ ബാലേട്ടാ? ഒരു കാര്യം ഞാൻ വളച്ചുകിട്ടില്ലാതെ പറയാം. കലമോളുടെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിയ കൈകൊട്ടിച്ചിരിക്കുന്ന ആളാ കലമോളെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ ബാലേട്ടൻ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തു? എന്താ വല്യേട്ടാ, എന്നതാ കാര്യം? കാര്യമൊന്നുമില്ല, കുട്ടിമണി അറിയേണ്ട കാര്യമല്ല. അല്ല, എന്തിനാ കൊച്ചേച്ചിയായിട്ട് വഴക്കുണ്ടാക്കുന്നേ? കൊച്ചേച്ചി അല്ലേലും ഭയങ്കര വഴക്കാളിയോ? അല്ല, വല്യേട്ടനോട് വഴക്കുണ്ടാക്കാൻ വന്നോ? പെണ്ണേ, നിന്റെ മോന്തക്കിട്ട് ഞാനൊന്ന് തരും കേട്ടോ. ഞാൻ എപ്പോഴാണ് നിന്നോട് വഴക്കുണ്ടാക്കാൻ വന്നത്? ഞാൻ ഇവിടെ മിണ്ടാതിരുന്ന് പാട്ട് കേട്ടോണ്ടിരിക്കുവല്ലായിരുന്നോ? എല്ലാവരും കൂടി വന്ന് എന്റെ തോളിലോട്ടങ്ങ് കേറും. ബാലേട്ടൻ എന്താ സംസാരിക്കാനുള്ളത്? കാര്യം പറ ബാലേട്ടാ. പിന്നെ എന്റെ സ്വഭാവത്തെ പറ്റി വിശദീകരിക്കാനൊന്നും നിൽക്കണ്ട. എന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാ. ഞാൻ ബാലേട്ടന്റെ കൂടെ ഒന്നും അല്ലല്ലോ ജീവിക്കുന്നത്, രവിയേട്ടന്റെ കൂടെയല്ലേ. എന്റെ സ്വഭാവം എങ്ങനെയായ ബാലേട്ടൻ എന്താ? കലമോൾ അങ്ങനെയൊന്നും സംസാരിക്കണ്ട. കലമോളോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കലമോള് സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി. എന്റെ സീതയുടെയും ജീവിതത്തിലേക്ക് അഭിപ്രായം പറയാനോ ബുദ്ധി ഉപദേശിക്കാനോ ഒന്നും വരണ്ട. അല്ല, വല്യേട്ടന്റെയും വല്യേച്ചിന്റെയും ജീവിതത്തിൽ കുത്തിക്കയറി വന്നോ? വന്നോ? ആ, വരും, കൊച്ചേച്ചി വരും, എല്ലായിടത്തും വൈകിന് വരും. കലമോളെ, വേണ്ട. കുട്ടിമണിയുടെ ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട. ഒരു ചുള്ളിക്കമ്പ് കൊണ്ട് പോലും അടിക്കാതെയാ എന്റെ അച്ഛനും അമ്മയും അവളെ വളർത്തിയത്.
അതുകൊണ്ട് കലമോൾ അവളെ തൊടണ്ട. മുമ്പ് പലതവണ കുട്ടിമണിയെ കലമോൾ ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ എല്ലാ തവണയും അങ്ങനെ ആവുമെന്ന് കരുതരുത്. നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? ഒരു ചുക്കും ചെയ്യത്തില്ല. എനിക്കെതിരെ പറഞ്ഞാ ഞാൻ പ്രതികരിക്കും. അത് നിങ്ങളായാലും ശരി, നിങ്ങളുടെ ചത്തുപോയ അച്ഛനായിരുന്നാലും ശരി. അച്ഛന് പറഞ്ഞാണോ കലമോളെ സംസാരിക്കുന്നത്? ആ, ചിലപ്പോ പറഞ്ഞു വരും. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ കയറി വന്നെന്നോ? ഞാൻ എന്തിനു വന്നു? എന്ത് കാര്യം പറഞ്ഞു? സീതയോട് കലമോള് പറഞ്ഞോ വേറെ വീട് കൊടുക്കാൻ താമസിക്കാനായിട്ടെന്ന്? അങ്ങനെ പറഞ്ഞായിരുന്നോ? അയ്യോ, അതെനിക്ക് അവരെ ഇവിടുന്ന് ഇറക്കി വിടാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. അവര് കുട്ടിമണി കുഞ്ഞിനെ കൊല്ലുമെന്ന് പറഞ്ഞ് 24 മണിക്കൂർ ഉരുകിക്കൊണ്ടിരിക്കുന്നത് കണ്ട് സഹതാപം തോന്നി പറഞ്ഞതാ. മനസ്സിലായോ? അല്ലാതെ എനിക്കെന്ത് പാട്? നിങ്ങൾ എവിടെ താമസിച്ചാ എനിക്കെന്താ? നിങ്ങൾ ഇവിടെയോ വേറെ എവിടെയോ പോയി താമസിക്ക്. പിന്നെ എങ്ങും പോവാൻ ഇടമില്ലാത്ത കടക്കാരായതുകൊണ്ട് ഒരൗദാര്യമായിട്ട് പറഞ്ഞതാ. ടൗണിൽ എന്റെ ഒരു വീട് കിടപ്പുണ്ട്, വേണമെങ്കിൽ അവിടെ പോയി താമസിച്ചോളാൻ. അതിപ്പോ കുറ്റമായി. അങ്ങനെ ആരുടെ ഔദാര്യ സൗജന്യം എനിക്ക് വേണ്ട. ആ, എന്റെ വലിയച്ഛനെ വേണ്ട. എന്റെ വലിയച്ഛനെ ഈ വീടുണ്ട്, വേറൊന്നും വേണ്ട. ദേ ബാലേട്ടാ, നിങ്ങളോട് എനിക്ക് ഇപ്പോഴും ഒരു ബഹുമാനമുണ്ട്. പക്ഷെ ആവശ്യമില്ലാതെ എന്നെ ഭരിക്കാനോ മറ്റോ വന്ന എന്റെ വീട്ടുകാരും വെറുതെ ഇരിക്കത്തില്ല. അറിയാലോ, അന്ന് കടയിൽ വന്ന് ചന്ദ്രുവേട്ടൻ തന്നിട്ട് പോയത്. നീ പിന്നെ അത് പറയുന്നോടി? അവന്റെ നെറ്റ് ഞാൻ അടിച്ചു പൊടിച്ചല്ലേടി? പോടി ഇവിടുന്ന്. എന്താ ബാലേട്ടാ, എന്ത് പറ്റി? ഒന്നുമില്ല. നിന്റെ ഭാര്യയെ എനിക്ക് ചില ഉപകാരങ്ങൾ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു. ആ ഉപകാരം എന്റെ ഉള്ള സ്വസ്ഥത കൂടി കളയുന്നതാ. അത് ചോദിക്കാൻ വന്നതാ ഞാൻ. ആര്? മതികലയോ? ഇവളെ ഉപകാരം ചെയ്ത കമ്പപ്പൊരയ്ക്ക് തീ വെക്കുന്നത് പോലെയാ. എല്ലാം പൊട്ടിച്ചിതറി നാമാവശേഷമാവും. നിങ്ങളുടെ പെങ്ങൾ എന്നെ കുത്തിപ്പിടിച്ച് കൊല്ലാൻ നോക്കിയിട്ട് അത് ചോദിക്കാതെ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുവാണോ? എന്താ കുട്ടിമണി? അതെ, ഈ വല്യനെ വഴക്കു പറഞ്ഞു. അന്ന് വന്ന ദുട്ടനില്ലേ, ദുട്ടൻ. ആ ദുട്ടനെ കൊണ്ട് പിന്നെ തല്ലിച്ചെന്ന് പറഞ്ഞവല്ലേ. നീ പറഞ്ഞോടി അങ്ങനെ? നിന്റെ ബാംഗ്ലൂരിൽ നിന്ന് കെട്ടിയെടുത്ത അവനെ കണ്ടിട്ടാണോ നീ കിടന്ന് തുള്ളുന്നേ? കാണണം അവന്റെ മുട്ടുകാല് തല്ലി ഓടിക്കുന്നേ. ഞങ്ങൾ രണ്ടുപേരും മാത്രം മതിയടി. ഞാനും ബാലേട്ടനും കൂടി അങ്ങ് ഇറങ്ങിയാലേ ശിഷ്ടകാലം അവന്റെ ജീവിതം കിടക്കപ്പായല. പിന്നെ ഒരു ചുക്കും ചെയ്യത്തില്ല. ചേട്ടനും അനിയനും കൂടി ശിഷ്ടകാലം പോയി ഗോതമ്പൂട്ട തിന്നും. കലമോളെ, ഇതൊന്നും നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട വിഷയങ്ങളല്ല. എനിക്ക് കലമോളോട് പറയാനുള്ളത്, എനിക്കും സീതയ്ക്കുമിടയിൽ പല പൊരുത്തക്കേടുകളും പരാധീനതകളും ഉണ്ട്. അത് പരിഹരിക്കാനായിട്ട് ദയവ് ചെയ്ത് കലമോള് വരണ്ട. കലമോള് വന്നു കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളും അല്ല അത്. ഞങ്ങളുടെ ഇല്ലായ്മയും വല്ലായ്മയായിട്ട് ഞങ്ങൾ അങ്ങ് ജീവിച്ചു പോയിക്കോളാം. പിന്നെ എന്റെ ഭാര്യയെ സംബന്ധിച്ച് അവൾക്ക് ഇവിടെ കിട്ടുന്ന സ്വസ്ഥത മതി. അതിൽ കൂടുതൽ സ്വസ്ഥത വേണമെങ്കിൽ അവളവളുടെ വഴി തേടി പൊക്കോട്ടെ. ആ വഴി ഞാൻ പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. അല്ല, നിങ്ങൾ എന്തറിഞ്ഞിട്ടാ എന്നോട് ചാടാൻ വന്നത്? ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് കേക്ക്. സീതയിടത്തേക്ക് ഈ വീട്ടിൽ നിൽക്കാൻ വയ്യ, എങ്ങോട്ടെങ്കിലും പോണോന്ന് പറഞ്ഞു. അതേ, ഈ പ്രാന്തി പെണ്ണ് കുഞ്ഞിനെ ഉപദ്രവിക്കുമെന്ന് പേടിച്ചിട്ടാ. അവരുടെ ഭർത്താവ് കുഞ്ഞിനെ എടുത്ത് ഇവക്ക് കൊടുക്കുമെന്ന് പേടിച്ചിട്ടാ. അപ്പോ സഹതാപം തോന്നി ഞാൻ പറഞ്ഞു, ടൗണില് നമ്മുടെ 2 വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്, അവിടെ പോയി താമസിച്ചോളാൻ. അതെന്താ തെറ്റാണോ? ഒരു തെറ്റുമില്ല. ഭയങ്കര ഉപകാരവും ഔദാര്യവും ഒക്കെയാ. ഒന്നു മോളെ, നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയത്തില്ലേ? എന്തുകൊണ്ടാ നീ ഇത് പറഞ്ഞെന്ന് അറിയത്തില്ലേ? അതുകൊണ്ട് നിന്റേതായിട്ടുള്ള ഒരു ഉപകാരവും ഇവിടെ വേണ്ട. അവര് ജീവിക്കോ, അതിന് പറ്റാതെ വരുമ്പോ അവര് മരിക്കോ, എന്ത് വേണം ചെയ്തോട്ടെ. വല്യച്ഛനും വല്യച്ഛൻ നന്നായിട്ട് ജീവിച്ചു. ഈ കൊച്ചേച്ചി കൂടെ ഇട കയറാതിരുന്നാ മതി. നിന്നെ ഞാൻ ഇപ്പൊ ഒന്ന് നോക്കി വെച്ചതേ ഉള്ളൂ. നിന്നെ ഞാൻ 2 നോക്കി വെച്ചേക്കുവാടി. നിനക്കിട്ട് ഞാൻ ഇനിയും തരും. കുട്ടിമണി, അകത്ത് പോ. അപ്പോ നീയായിട്ട് സഹായത്തിനൊന്നും നിൽക്കണ്ട. നീ നിന്റെ കാര്യം നോക്ക്. ബാലേട്ടൻ ക്ഷമിക്ക്. ഇതിനെല്ലാം ഉടനെ പരിഹാരം ഉണ്ടാവും. വയലോരം വീട്ടിൽ ശാന്തി സമാധാനം ഉടനെ തിരിച്ചു വരും. കുറച്ചുകൂടി ബാലേട്ടൻ ക്ഷമിക്ക്. 1 or 2 ദിവസം, അതിനുള്ളിൽ എല്ലാം സംഭവിക്കും. നിങ്ങളെന്താ അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? 1 or 2 ദിവസം കഴിയുമ്പോഴെന്താ എന്നെ അങ്ങ് കുഴിയിലോട്ട് കൊണ്ടുപോകും? കുഴി കൊണ്ടുപോയാലും ശൂന്യാകാശത്തേക്ക് എടുത്താലും രവി വയലോരം വീട് ക്ലീൻ ആക്കുമെന്ന് പറഞ്ഞാൽ ക്ലീൻ ആക്കിയിരിക്കും. ഞാൻ
ഞാൻ പറഞ്ഞത് കേട്ടപ്പോ കലമോൾക്ക് വിഷമമായി കാണും. എന്തായാലും എന്റെ അച്ഛന് പറഞ്ഞ് കലമോള് മറുപടി പറയുകയും ചെയ്തു. എനിക്കതിൽ വിഷമമൊന്നുമില്ല. ഞാൻ ഇപ്പോഴും കലമോളെ ഒരനിയത്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. അതിനൊരു മാറ്റവും ഇല്ല. എന്നാലും കലമോളോട് ഞാൻ പറയുക, കലമോള് സഹായിക്കണ്ട. ആ തരുന്ന സഹായ ഉപദ്രവ. ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്നു കേട്ടിട്ടില്ലേ? അതുപോലെ ഇനി ഞാനും സീതയും തമ്മിൽ തല്ലി പിരിഞ്ഞാലും ശരി, കലമോളത് നോക്കി നിന്നാ മതി. അതിലിടപെടണ്ട. മനസ്സിലായല്ലോ? ആ ആന്റണി, ഞാൻ ഇറങ്ങിടാ. എന്നേക്കുമായി ഇവിടം വിട്ട് പോവാ. തിരിച്ചു വരുമെന്നൊക്കെ മതികല മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്. വന്നാൽ പ്രബലനായിട്ട് തന്നെ വരും. ഹേയ് അല്ലടാ, ഒളിച്ചോട്ടൊന്നുമല്ല. കൂടുതൽ കരുത്താർജിച്ച് വരാനുള്ള തയ്യാറെടുപ്പ്. അവസരം നോക്കി പതിയിരിക്കുന്ന ചാവേറിനെ പോലെയാ ശിവ ഇപ്പോൾ. വേണ്ട സമയത്ത് ശിവ കൃത്യമായി വരും. ചെയ്യേണ്ടത് കൃത്യമായി ചെയ്തിരിക്കും. ആ, നിങ്ങൾ കാലുകാവ് റെയിൽവേ സ്റ്റേഷനിൽ കാണണം. അവിടെ നമുക്ക് ജീപ്പിൽ. ഓക്കെ? നീ ഒന്നും ആളെ കൊണ്ടുപോകല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതും കൊണ്ട് നടക്കുന്നേ? അവന്റെ പോക്ക് കണ്ടില്ലേ? വിമാനമല്ല ഓടിക്കുന്നേ. പിണങ്ങല്ലേ, എന്ത് കുറ്റം ചെയ്തു ഞാൻ. എങ്ങോട്ടാ സാറേ? റെയിൽവേ സ്റ്റേഷനിൽ. മുത്തേ പൊന്നെ പിണങ്ങല്ലേ. പറഞ്ഞ കേട്ടില്ലേ? റെയിൽവേ സ്റ്റേഷനിലേക്കെന്ന്. നമുക്ക് റെയിൽവേ സ്റ്റേഷന് പകരം പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലോ സാറേ? ചുമ്മാ ഒരു ചേഞ്ചിന്. എന്താ? എൻ്റെ പേര് സത്യ, ടൗൺ SI. സാറിനെ എടുക്കാൻ വന്നാ. സ്വാമി ശരണം. മോനെ ശിവവാണ്ടി പെരുമാളെ, നമുക്ക് ശബരിമലയ്ക്ക് ഒന്നിച്ചു പോവാം. ഒന്നിച്ച് മല ചവിട്ടുന്നൊരു ത്രില്ലല്ലേ? ആ വണ്ടി പോട്ടെ. ആഹാ, ഈ മിടുമിടുക്കിനെ കിട്ടിയോ? പിന്നെ കിട്ടാതെ അവനോടെ പോവാൻ. അവൻ കൂടും കുടുക്കയും പെറുക്കി നാട് വിടാൻ ഒരുങ്ങിയായിരുന്നു. എന്നെ എന്തിനാ സാറേ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാനൊരു ശല്യത്തിനില്ലാതെ എങ്ങോട്ടെങ്കിലും പോകത്തില്ലായിരുന്നോ? ആളെ കൊന്നൊരു നാട് വിടാൻ നോക്കുന്നുണ്ട്. അത് ക്ഷമിക്കാനുള്ള മനസാക്ഷിയൊന്നുമില്ല കേരള പോലീസിന്. അതിനുള്ള നിയമവുമില്ല ഇന്ത്യൻ പീനൽ കോഡിൽ. മോനെ ശിവപാണ്ടി പെരുമാളെ, കുറെ ദിവസമായിട്ട് ഞങ്ങൾ നിന്റെ പിറകെയാ. നീ ആരെയൊക്കെ കാണുന്നു, എന്തൊക്കെ ചെയ്യുന്നു, എന്ത് കഴിക്കുന്നു, എങ്ങോട്ട് പോകുന്നു, എല്ലാം ഞങ്ങൾക്ക് അറിയാം. അങ്ങനെ നിന്റെ കൈവെള്ളയിലെ ഓരോ രേഖയും കാണാപ്പാടം പഠിച്ചിട്ടാ മോനെ ഞാനും അയ്യപ്പൻകുട്ടി സാറും കൂടി നിന്നെ കുരുക്കാനായിട്ട് വള്ളവും വലയുമായിട്ട് ഇറങ്ങിയത്. വലയിൽ ഇവൻ വീഴുകയും ചെയ്തു. ഇനിയിപ്പോ നമുക്ക് അടുത്ത കലാപരിപാടിയിലേക്ക് കടക്കാം. എന്താ ശിവ? എന്താ സാറേ, എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും സാറേ. എന്നിട്ട് എന്നെ പോകാൻ അനുവദിക്കും സാറേ. ഞാനെങ്കിൽ പെട്ടെന്ന് പൊക്കോളാം. അയ്യോടാ, നിന്റെ അമ്മച്ചിയുടെ വായു കുളിയേക്ക് വായും പൊളിച്ച് കിടക്കുകയില്ല. നീ എങ്ങും പോകുന്നില്ല. ഇനി നീ പുറം ലോകവും കാണുന്നില്ല. നിന്റെ ഈ സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ ഇനി അകത്താടാ മക്കളെ. മോനൊരു കസേര വലിച്ചിട്ട് അതിലങ്ങോട്ട് കയറിയിരുന്നു. എന്താ സാറേ? ഇരിക്കടാ. ഇരിക്കടാ ഇങ്ങോട്ട്. എന്താ ഈ കാണിക്കണ? സാറേ, എന്നെ അഴിച്ചുവിടാൻ പറ സാറേ. ഞാന് പുറത്തിറങ്ങിയ കോടതി പോവും. എടാ, നിന്നെ ഞാനും കോടതിയിൽ തന്നെ കൊണ്ടുപോകുന്നു. അതിനു മുമ്പ് ഒരു ചെറിയ കലാപരിപാടികളുണ്ട്. ചോദ്യം ചെയ്യലേ? അത് കഴിഞ്ഞേ നിന്നെ കോടതി കൊണ്ടുപോകത്തുള്ളൂ. എന്നിട്ട് കോടതി തീരുമാനിക്കും നിന്നെ എന്ത് ചെയ്യണമെന്ന്. സാറിന് എന്താ ചോദിക്കാനുള്ളത്? ചോദിക്ക്. ചോദിക്കാം. ചോദിച്ചളയല്ലേ? ചോദിക്കണമല്ലോ. അതെ, ഈ വയലോരം വീട്ടിലെ ശാരദാമ്മ ആരടാ കൊന്ന്? ആര് പറഞ്ഞിട്ടടാ കൊന്നത്? ആരാ കൊന്നതെന്ന് നിന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. കൊന്നത് നീ തന്നെ. ആര് കൊല്ലിച്ചു അതങ്ങ് പറഞ്ഞോ. ഞാൻ കൊന്നിട്ടില്ല. സമ്മതിക്കത്തില്ല. ഒരു സായികടം ഒടിഞ്ഞ കയ്യാ. മതി 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 മതി. പെണ്ണുങ്ങളുടെ കൈ കൊണ്ട് തല്ല് മേടിക്കാൻ പാടില്ലെന്നാ പോലീസ് മാനുവലിൽ പറഞ്ഞു. അയ്യോ ചോര. സത്യ
ഇവനെടുത്തങ്ങ് ചാമ്പിക്കും. നമ്മളെ ഈ വാഴക്കൊല പഴിപ്പിക്കാൻ വേണ്ടി ചാക്കിൽ കെട്ടി വെക്കില്ലേ, അതുപോലെ അങ്ങ് പഴിപ്പിക്കേ. പുറമെ ഒരു കേടും വരരുത്. കൂട്ടിക്കയറ്റി നിർത്തേണ്ടതല്ലേ. ജഡ്ജി കാണുമ്പോഴേ ഈ മുറിവും ചതവും ഒന്നും വേണ്ട. നല്ല പൗഡറൊക്കെ ഇട്ട് സുന്ദരനാക്കിയിട്ട് വേണം കൂട്ടിക്കയറ്റി നിർത്താൻ. മക്കളെ, സത്യം സാറിന്റെ അടുത്ത് പോവാം. അയ്യോ അയ്യോ, വീണ്ടും ചോര. എന്തോ നാടോ. എടാ ശിവ, ഇതൊന്നുമല്ല പോലീസിന്റെ പ്രയോഗം. പഞ്ഞിത്തലേണയും പലകയും വെച്ചൊരടിയുണ്ട്. നിന്റെ ദേഹത്ത് ഒരു പാടുപോലും വരത്തില്ല. നിന്റെ അകത്തെ പാർട്സ് ഉണ്ടല്ലോ, കംപ്ലീറ്റ് ചതഞ്ഞ് വെള്ളമായി പോകും. അത് കഴിഞ്ഞ് 2 കിലോ പഞ്ചസാര വാങ്ങിച്ച് വെള്ളത്തിൽ കലക്കി കുടിപ്പിക്കുകയും ചെയ്യും. പിന്നെ നീ ഇവിടെ നിറങ്ങിയ 3-ാം ദിവസം പഴുത്ത് ചീഞ്ഞ് ചാവും. അത് വേണോ നിനക്ക്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വെറുതെ ദ്രോഹിക്കരുത്. എല്ലാത്തിനെയും കൊല്ലും ഞാൻ. പോലീസിന്റെ ടോർച്ചറിംഗ് സെല്ലിലിരുന്ന് പോലീസിനെ വെല്ലുവിളിക്കുന്നു. പെണ്ണുങ്ങളെ അടി വാങ്ങിച്ചാണ്. എടാ, നീ 3-ാം മുറയെന്ന് കേട്ടിട്ടുണ്ട്. ഈ മുട്ടുസൂചി കൈയുടെ നഖത്തിന്റെ ഇടയിൽ കയറ്റുക, കൈവെള്ളയിൽ ഗോലി വെച്ച് അത് കസേരക്കാലം കൊണ്ട് അമർത്തി കൈവെള്ള തുളയ്ക്കുക, തൂക്കിയിട്ട് ഗരുഡൻ തൂക്കം നടത്തുക. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ടേ. അതൊക്കെ വേണോ? അതൊക്കെ ചെയ്തിട്ട് നീ ഇവിടെ കിടന്ന് ചത്തു പോയാലേ. ചത്താൽ എന്താ സാറേ, ഒരു പാവം അമ്മയെ ശ്വാസം മുട്ടിച്ച് കൊന്നവനല്ലേ. ചത്ത എവിടെയെങ്കിലും കൊണ്ടുപോയി ഡംപ് ചെയ്യണം നായന്റെ മോനെ. മോനെ, 4 ചാക്ക് പഞ്ചസാരയും 10 പാട്ടം നെയ്യും ഉണ്ടെങ്കിലേ എവിടെയെങ്കിലും കൊണ്ട് കരിച്ചു കളയും. നിന്റെ എല്ലും കഷ്ണം പോലും കിട്ടില്ല. പോലീസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. നീയും അതൊക്കെ കേട്ടിട്ടില്ലേ? നിന്നെപ്പോലൊരുത്തൻ ഭൂമിയിൽ ഇല്ലാതിരിക്കുന്നതാടാ നല്ലത്. എടാ, ഒരു ചെന്നായ ചത്താൽ 1000 മുയൽ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷപ്പെടുമെങ്കിൽ അതൊരു പുണ്യമെന്ന് കരുതുന്നവനാണ്. കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. ഞാൻ പറയാം സാറേ, പറയാം. ഞാൻ തന്നെയാ ശാരദാമ്മയെ കൊന്നത്. അത് നീ നേരത്തെ സമ്മതിച്ചല്ലോ. ആരാ നിന്നെ അക്കാര്യം ഏൽപ്പിച്ചത്? അത് പറയടാ. അത് മനസ്സുജനാ. മനസ്സുജനോ? അതെ. പക്ഷേ ശാരദാമ്മയെ കൊല്ലണമെന്നല്ല മനസ്സ് ഞാൻ പറഞ്ഞത്. കുട്ടിമണിയെ കൊല്ലണമെന്നാ. കുട്ടിമണിയെ കൊല്ലാൻ? ആ പൊട്ടിപ്പൊണ്ണിനോട് അവനുള്ള സ്നേഹം എനിക്ക് നന്നായിട്ട് അറിയാന്നുള്ളതാണ്. അതൊക്കെ പുറമേ കാണിക്കുന്നത് സാറേ. കൊല്ലാനാ പറഞ്ഞത്. കുട്ടിമണി ഒരു ബാധ്യതയാവുകയാണെന്ന്. ജനിക്കുന്ന കുഞ്ഞ് കുട്ടിമണിയെ പോലെയാണെങ്കിൽ സഹിക്കാൻ പറ്റില്ലെന്ന്. ജീവിതം ഇപ്പോഴേ പോയി. അതുകൊണ്ട് കൊല്ലാൻ പറഞ്ഞു സാറേ. എന്നിട്ടാ അവനൊന്ന് മാറി നിന്നത്. ഇത് സത്യമാണോ? സത്യമാ സാറേ. രാത്രി അവിടെ ചെന്ന് എനിക്ക് ആള് മാറിപ്പോയി. കുട്ടിമണിയുടെ മുറിയിൽ ശാരദാമ്മ കാണുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു സാറേ. ആരാ നിന്നെ വീട്ടിനകത്തേക്ക് കിടക്കാൻ സഹായിച്ചത്? വാതിൽ തുറന്നു തന്ന ആരാ? അതും മനസ്സിൽ തന്നെ സാറേ. വാതിലിന്റെ കുറ്റിയും അവൻ നേരത്തെ എടുത്തു വെച്ചിരുന്നു. അതാരും ശ്രദ്ധിച്ചതുമില്ല. അവൻ പുറത്തു പോകുന്നതിന് മുമ്പ് ഒപ്പിച്ച പണിയാത്. സംഭവം കഴിഞ്ഞിട്ട് മനസ്സിനെ കണ്ട് വിവരവും പറഞ്ഞിട്ടാ ഞാൻ പോയത്. പിന്നെന്തിനാടാ നീ വയലോരം വീട്ടിൽ നിന്ന് ഇറങ്ങിയ സെക്കൻഡിൽ മതികലായി ഫോൺ വിളിച്ചത്? അത് മനസ്സേം പറഞ്ഞിട്ടാ സാറേ. നാളെ ഒരു പ്രശ്നം വന്നാ മതികലയുടെ പേര് പറയണമെന്ന് മനസ്സേം പറഞ്ഞു. അപ്പോൾ ഒരു തെളിവ് വേണ്ടേ? അതിനുവേണ്ടി ചെയ്തതാ. നീ പറയുന്നത് വിശ്വസിക്കാവണം. സത്യം സാറേ. ഇനി എനിക്കൊന്നും ഒളിക്കാൻ വയ്യ. ഞാൻ നിന്റെ ഇടയിൽ കിടന്ന് വിഷമിക്കുന്ന എന്തിനാ? മനസ്സിന് എനിക്ക് കുറച്ച് പണം തരാമെന്ന് പറഞ്ഞിരുന്നു ഇവിടെ വിട്ട് പോകാനായിട്ട്. അത് തന്നില്ല. അതിന്റെ പേരിലാ എനിക്ക് അവനെ കുത്തേണ്ടി വന്നത്. ഇപ്പൊ അവൻ എന്നെ കൊല്ലാൻ നടക്കുക.
കാരണം ഞാൻ ചത്ത ഈ സത്യം അതോടെ തീരുമല്ലോ. സാറിനെ കോടതി കൊണ്ടുവെക്കോ. കോടതി എനിക്ക് തൂക്കേറി തന്നോട്ടെ. എന്നാലും എനിക്ക് പ്രശ്നമല്ല സാറേ. ഇനി സത്യം മറച്ചു വെച്ച് കള്ളനായിട്ട് ഞാൻ ജീവിക്കുന്നില്ല. ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കണം. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിച്ചവർക്കും ആ ശിക്ഷ കിട്ടണം സാറേ. അപ്പൊ മനസ്സിജനാണ് നിന്നെ കൊണ്ടിത് ചെയ്യിച്ചത്, ഉറപ്പാണല്ലോ? ഉറപ്പ്. മനസ്സിന് എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യുമായിരുന്നു. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ അങ്ങനെ. പക്ഷെ അവൻ എന്നെ ചതിച്ചു. തരാമെന്ന് പറഞ്ഞ കാശ് തരാതെ. അതാ ഞാൻ മറുകണ്ടം ചാടിയത്. സാർ നോക്കിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ അവൻ കുട്ടിമണിയെ കൊല്ലും. അതൊരു അപകടമരണമാക്കി മാറ്റുകയും ചെയ്യും. സത്യ സർ, ഹലോ, ആരുമില്ലേ? എന്താ സർ? ഇവിടെ മനസ്സിജൻ എന്ന് പറഞ്ഞ ഒരാളില്ലേ, അയാളുടെ ഭാര്യ 3 മണി, അവരോടെ? രവിട്ടാ, മനസ്സിനെയും കുട്ടിമണിയും കൊണ്ടുപോകാനായിട്ട് പോലീസ് വന്നു. വിളിക്കവരെ. എന്താ സർ കാര്യം? അത് നിന്നോട് പറയേണ്ട കാര്യമല്ലല്ലോ, നീ അവരെ വിളിക്കേ. സിജ, ഇങ്ങോട്ടൊന്ന് വന്നേ. മനസ്സിജനും കുട്ടിമണിയും? അല്ല, കുട്ടിമണിയും മനുഷ്യനും. അങ്ങനെയാ എല്ലാരും എപ്പോഴും പറയാറ്. ആ, എങ്ങനെ പറഞ്ഞാലും ശരി, രണ്ടുപേരും വന്ന് വണ്ടി കയറിക്കേ. എന്താ സാറേ കാര്യം? കാര്യം അറിഞ്ഞാലേ കയറൂ. എടാ, രാത്രിയിൽ ഒരു വീട്ടിൽ പോലീസ് വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണും. സർ, ഞാൻ ഡിവൈഎസ്പി ജയസേനന്റെ അനന്തരവളാണേ. ഓ, മാഡം ആയിരുന്നു അതല്ലേ? എപ്പോഴോ ഡിവൈഎസ്പി സാർ പറഞ്ഞിരുന്നു. മാഡം സുഖമാണല്ലോ മാഡം? ആ, എനിക്കും സുഖമൊക്കെ തന്നെയാ. അതെ, ഇവരെ എന്തിനാ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞ? അതോ, ഇവിടുത്തെ അമ്മ മരിച്ചുപോയില്ലേ, ശാരദാമ്മ മർഡർ കേസ്, അതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട. അതിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. വേണ്ടപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരെ അറസ്റ്റ് ചെയ്തു? ശിവ എന്നൊരു ക്രിമിനൽ, ഈ നിൽക്കുന്നവന്റെ കൂട്ടുകാരൻ. സാറേ, അവനെന്റെ കൂട്ടുകാരനായിരുന്നു പണ്ട്. ഇപ്പൊ അവനെന്റെ ശത്രുവാ. അവനാ എന്നെ കുത്തി കീറിയത്. അവൻ കുത്തിയതും കീറിയതൊക്കെ അവിടെ നിൽക്കട്ടടാ, അതൊക്കെ നമുക്ക് വേറെ അന്വേഷിക്കാം. എന്നിട്ട് ശിവ എന്തു പറഞ്ഞു? അവൻ പറഞ്ഞു, മനസ്സിജൻ പറഞ്ഞിട്ടാ വന്നതെന്ന്. ഈ പൊട്ടിപ്പെണ്ണിനെ കൊല്ലാനാ വന്നത്, ആള് മാറിപ്പോയതാണ്. മരിച്ചത് തള്ളയായാലും മോളായാലും കൊലപാതകം തന്നെയാണല്ലോ. എന്നാലും നീ കൊള്ളാളുടെ മനസ്സിജ, കൊണ്ടു നടക്കുന്ന പെണ്ണിനെ കൊല്ലാൻ കൂട്ടുകാരന് കൊട്ടേഷൻ. അതൊന്നും ശരിയായിരിക്കത്തില്ല സാറേ. അവൻ എന്തും പറയാൻ മടിക്കാത്ത കള്ളനാ. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി അഭിപ്രായം പറയാൻ പോകുന്നത്? ശിവ പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെ. എനിക്ക് തന്നെ കേട്ടിട്ട് സത്യമായിട്ട് തോന്നുവാ. നീ എന്തിനാടി അഭിപ്രായം പറയുന്നത്? മരിച്ചത് എന്റെ അമ്മയാടി. എന്റെ അമ്മയെ കൊല്ലാൻ മനസ്സിൽ എന്തായാലും കൂട്ടി നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതൊക്കെ അങ്ങ് കോടതി പറഞ്ഞാ മതി. അപ്പോ മനസ്സിജ, ഇറങ്ങി വാ, ഭാര്യയും കൂട്ടിക്കോ. വാവട്ടു, കുട്ടുവിന്റെ ദേഹത്ത് ആരും തൊടില്ല. അതേത് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ഏത് പട്ടാള ക്യാമ്പിലാണെങ്കിലും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിന്റെ നേരെ ആരെങ്കിലും കൈ ഉയർത്തിയാൽ നീ എന്ത് ചെയ്യൂടാ? സാറേ, യൂണിഫോമിൽ നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറെ നോക്കി പറയാൻ പാടില്ലാത്തതാ. എന്നാലും ഞാൻ പറയുക,
ഈ കൈ ഞാൻ വെട്ടും. അത് പറഞ്ഞിട്ടാ ഞാൻ സാറിന്റെ രഥത്തിനകത്തോട്ട് കയറുന്നത്. വാ. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ല. ഇനി വന്നില്ലെങ്കിലും ഞങ്ങൾ തോറ്റു പോകത്തില്ല കേട്ടോ. വാ. മനുഷ്യ, എനിക്ക് പേടിയാവുന്നു. ഒന്നും പേടിക്കണ്ട, വാ. ഇല്ല, ഒട്ടും പേടിയില്ല കുട്ടി മനുഷ്യൻ. മനുഷ്യൻ പറഞ്ഞു തകർത്തോളാൻ. പോയി പോലീസ് സ്റ്റേഷൻ ഇടിച്ച് താഴ്ത്തിട്ടേ കുട്ടിമണി വരൂ. കേട്ടോടി ഭയക്കാളി കൊച്ചേച്ചി. ബാലേട്ടാ, ബാലേട്ടാ, ഉറങ്ങിയോ നിങ്ങള്? ഉറങ്ങല്ലേ, ഒന്ന് ഇറങ്ങി വാ. ഒരു കാര്യം പറയട്ടെ. ബാലേട്ടാ, 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 ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ കലമോളെ? രാത്രി എന്തിനു കിടന്ന് ഒച്ച വെക്കുന്നത്? ഒരുവിധ സീത കുഞ്ഞിനെ ഉറക്കിയിരിക്കുന്നത്. അതിന് ശബ്ദം വെച്ച് ഉണർത്തല്ലേ? ആരുണർന്നാലും ആരുറങ്ങിയാലും എനിക്കിത് സന്തോഷമുള്ള കാര്യമാ. അത് ഞാൻ പറയും. അവിടെ തള്ള ചത്തു. നിങ്ങൾ ആവശ്യമില്ലാതെ എന്റെ അമ്മയ്ക്ക് പറയരുത് കേട്ടോ. നിങ്ങളുടെ പെങ്ങളെ അളിയനെ പോലീസ് കൊണ്ടുപോയ ദണ്ണം എന്നോടല്ല തീർക്കേണ്ടത്. ആരെ പോലീസ് കൊണ്ടുപോയെന്ന്? ഒന്നും അറിഞ്ഞില്ലല്ലേ? ഒരു മുറി കയറി അടച്ചിരുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല ബാലേട്ടാ. ഇപ്പൊ പോലീസ് വന്ന് മനസ്സിനെ കുട്ടിമണിയെ കൂട്ടിക്കൊണ്ടുപോയി. എന്തിനാണെന്നോ? ബാലേട്ടന്റെ അമ്മയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തത് മനസ്സിജനാണെന്ന്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നിങ്ങൾ രണ്ടാൺമക്കളും വിശ്വസിക്കണ്ട. നിങ്ങൾക്ക് ലോകത്തെ ഏറ്റവും വലിയ കുഴപ്പക്കാര് ഞാനും എന്റെ വീട്ടുകാരും ആണല്ലോ. ഇപ്പൊ മനസ്സിലായോ കൂടെ നിന്ന് ചെവി തിന്നവന്റെയൊക്കെ സ്വഭാവം? കുട്ടിമണിയെ കൊല്ലാനാ അവൻ കൊട്ടേഷൻ കൊടുത്തത്. പൊട്ടിയായ ഭാര്യ അവൻ ഇനി വേണ്ടാന്ന് മടുത്തുന്നു. അത് ചെയ്യാൻ വന്നതോ അവന്റെ കൂട്ടുകാരൻ ശിവ. ഈ ശിവയ്ക്ക് ആള് മാറി. അങ്ങനെ അമ്മയെ കൊന്നു. എന്നിട്ട് എന്തെല്ലാം കളികളാ രണ്ടവന്മാരും കൂടെ കളിച്ചത്. ആ കേസ് എന്റെ തലയിൽ കെട്ടിവെക്കാനായിട്ട് എന്നെ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടേയിരുന്നു. നിങ്ങൾ സ്വർണ്ണവള ഊരിക്കൊടുത്തൊന്നും ഞെളിഞ്ഞെന്ന് പറഞ്ഞല്ലോ. അതെന്തിനാ? എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നതുകൊണ്ടാ. അങ്ങനെയാണെങ്കിൽ നീ അത് തുറന്നു പറയണമായിരുന്നു, അല്ലെങ്കിൽ പോലീസ് പരാതി കൊടുക്കണമായിരുന്നു. നല്ല ചങ്കരൻ. ഞാൻ കേസ് കൊടുത്താലും പരാതി പറഞ്ഞാലും എല്ലാത്തിനും എന്റെ കൂടെ നിൽക്കുന്ന ഒരാള്. എന്നെ എല്ലാവരും കൂടി കൊടുക്കാൻ ശ്രമിച്ചു. അത് മനസ്സജന്റെ കളി. അതിനിടയിൽ അവന്മാര് തമ്മിൽ തെറ്റിയപ്പെടാ മനസ്സജൻ അവൻ കുത്തിയത്. രവി, എന്താടാ ഇതൊക്കെ? എനിക്കറിയത്തില്ല ബാലേട്ടാ. മനസ്സജനും കുട്ടിമണിയും SI വന്ന് കൊണ്ടുപോയി. അത് അമ്മയുടെ കേസിന്റെ കാര്യത്തിനാണെന്നാ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും CA പറഞ്ഞത് 2 ദിവസത്തിനകം യഥാർത്ഥ പ്രതിയെ മുന്നിലെത്തിക്കുന്ന. ഇനി എന്തെത്തിക്കാൻ? നമുക്ക് നാളത്തെ പത്രത്തിൽ കാണാം യഥാർത്ഥ പ്രതികളെ നിരത്തി നിർത്തിയിരിക്കുന്ന ഫോട്ടോ. എന്തായാലും ഞാനിതൊന്ന് എന്റെ അമ്മയെ വിളിച്ച് പറയട്ടെ. എടാ രവി, സ്വാമിയേ ശരണയ്യപ്പ. ആ കേറി വാ. സാറേ, ഇവൻ നിന്റെ ബാല്യകാല സുഹൃത്ത്, മനസ്സിലായില്ലേ? 1 മണിക്കൂർ മുമ്പ് പൊക്കിയതാ. ഇത്രേ കൊടുത്തുള്ളൂ സാറവന്. എന്നാ പിന്നെ നീ ഒന്ന് ചെയ്യടാ. പോലീസിനെ കള്ളൻ പണി പഠിപ്പിക്കല്ലേ? ഇടിച്ചതിന്റെ അല്ല സാറേ, ഇവനെ പോലുള്ള ഒരു കൊടും ദുഷ്ടന് ഇങ്ങനെയൊന്നും ചെയ്താ പോരാ. വളച്ചൊടിച്ച് ചാക്കിന്റെ അകത്താക്കേണ്ടതാ.
മനസ്സിജ, എന്തൊക്കെയുണ്ടാ വിശേഷങ്ങൾ? നിനക്കും നിന്റെ മന്ദബുദ്ധി ഭാര്യയ്ക്കും സുഖമല്ലേ? ആഹാ, കള്ളൻ ദോസ്തും കൂടെ ഉണ്ടല്ലോ. മനസ്സിജ, ഇനി നിന്നെ രക്ഷിക്കാൻ എനിക്ക് താല്പര്യമില്ലടാ. എല്ലാ സത്യവും ഞാൻ തുറന്നു പറഞ്ഞു. ഞാനെന്തിനാ നിനക്ക് വേണ്ടി തൂങ്ങുന്നേ? കോടതി തൂക്കേറി തരുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് തൂങ്ങാടാ. പണ്ട് നമ്മള് ഒരുമിച്ച് ഊഞ്ഞാലാടിയിട്ടില്ല, അതുപോലെ നമുക്ക് ഒരുമിച്ച് തൂക്കേറിൽ തൂങ്ങി ആടി രസിക്കാം. എടാ കണ്ണുപൂച്ച, എന്താടാ നീ പറയണേ? നീയല്ലേ എന്റെ അമ്മയെ കൊന്നേ? അതെ, ഞാൻ തന്നെ കുട്ടിമണിയുടെ അമ്മയെ കൊന്നത്. പക്ഷേ അത് ആര് പറഞ്ഞിട്ടാ കൊന്നെന്ന് ചോദിച്ചേ? ആര് പറഞ്ഞിട്ടാടാ കൊന്നത്? ഞാൻ പറയട്ടെ സാറേ, പറയട്ടെ. നീ പറയടാ. കുട്ടിമണി, വെറും പൊട്ടിമണി, നിന്റെ ഈ മനസ്സുജം പറഞ്ഞിട്ടാ നിന്റെ അമ്മയെ ഞാൻ കൊന്നത്. സാറേ, മനുഷ്യനോ? എന്നെ മനുഷ്യൻ അങ്ങനൊന്നും പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. മനസ്സുജം പറഞ്ഞു കുട്ടിമണി. മനസ്സുജൻ ആരെ കൊല്ലാനാ പറഞ്ഞെന്ന് കേക്കണോ? ഡാ, കാര്യം പറ. വലിയ നാടകമൊന്നും വേണ്ട. ഓ, കുട്ടിമണിയെ കൊല്ലാനാ മനസ്സുജൻ പറഞ്ഞത്. കുട്ടിമണിയെ മനസ്സിനും മടുത്തു വന്നു. കുട്ടിമണിയെ മനസ്സിന് ഇഷ്ടമല്ലെന്ന്. മനുഷ്യ, എന്നെ കൊല്ലം മനുഷ്യൻ പറഞ്ഞു. മനുഷ്യ, എന്നോട് മനുഷ്യന് ഇഷ്ടമില്ലാണ്ടായോ? അങ്ങനെ പറഞ്ഞ മനുഷ്യ. മനുഷ്യ, എന്നെ കൊല്ലം കണ്ട പൂച്ചയോട് പറഞ്ഞോ? പറ മനുഷ്യ. പറഞ്ഞു 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 കൊല്ലുന്നില്ല ഞാൻ. നോ 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 നോ, ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട. പറഞ്ഞടാ, നീ പറഞ്ഞു. കുട്ടിമണി എന്ന മന്ദബുദ്ധിയെ പൊട്ടിയെന്ന് എനിക്ക് വേണ്ടാന്ന്. കുട്ടിമണിയെ പോലൊരു തീറ്റപ്പണ്ടാരത്തെ നിനക്ക് വേണ്ടാന്ന്. അവക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാനുള്ള പണം പോലും നിന്നെ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്നില്ലാന്ന്. പിന്നെ കുട്ടിമണിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് കുട്ടിമണിയെ പോലെ ആയാൽ അതിനെ കൂടെ ചുമക്കാൻ നിനക്ക് വയ്യെന്ന്. അതുകൊണ്ട് കുട്ടിമണിയെ കൊല്ലണമെന്ന് നീ പറഞ്ഞടാ. എടാ നായെ, നട്ടാക്കുരുക്കത്തെ നുണ പറഞ്ഞാലുണ്ടല്ലോ, നിന്നെ കൊല്ലും ഞാൻ. ഇവിടെ വച്ച് കൊല്ലും. മനുഷ്യ, അങ്ങനെ പറഞ്ഞോ? മനുഷ്യ, അങ്ങനെ പറഞ്ഞോ? ഞാൻ ഒത്തിരി ഭക്ഷണം കച്ചുന്നുണ്ടാണ് അങ്ങനെ വന്നേ. സാറേ, ഞാനൊന്ന് കണ്ണുമൂച്ചയുടെ അത്തോട്ടൊന്ന് പൊക്കോട്ടെ? പൊയ്ക്കോ. കണ്ണുമൂച്ച, സത്യമായിട്ടും മനുഷ്യൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു 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 കുട്ടിമണി. എടാ കള്ള കണ്ടുപൂച്ചേ, എന്റെ മനുഷ്യൻ അങ്ങനെ പറയത്തില്ലെന്ന് എനിക്കറിയാടാ. എന്നെ കൊല്ലണമെങ്കിലേ മനുഷ്യൻ തന്നെ കൊല്ലും, വേറെ ആരെ കൊണ്ടും കൊല്ലിച്ചത്തില്ല. മനസ്സിലായടാ? അത്രക്ക് ഇഷ്ടാ ഈ മനുഷ്യൻ എന്നോട്. എന്റെ അമ്മയെ കൊന്നത് പോരാണ് എന്റെ മനുഷ്യനെ പറ്റി കള്ളം പറയുന്നതാ. ദുഷ്ട, ചവിട്ടി കൊല്ലും. പൂയൂരെ കൊല്ലുന്ന പോലെ ചവിട്ടി കൊല്ലും ഞാൻ. സത്യ. സർ, കുട്ടിമണി, ഇത് കുട്ടിമണിയുടെ തലയിലിരിക്കട്ടെ. ഈ വടിയും പിടിക്കേ. കുട്ടിമണി, ഒരുപാട് ബുദ്ധിമാന്മാർ ഈ ലോകം ഭരിക്കുന്നിടത്ത് കുറച്ചു ബുദ്ധി മാത്രമുള്ള കുട്ടിമണിക്ക് കുറച്ചു നേരത്തേക്ക് ഞാൻ അധികാരം തരിക. അടിച്ച് പദം വരുത്തിക്കോ ഈ കള്ളപ്പന്നിയെ. എന്നിട്ട് ഇവനെ കൊണ്ട് കുട്ടിമണി പറയും. കുട്ടിമണിയുടെ അമ്മയെ കൊന്നത് ആര് പറഞ്ഞിട്ടാണ്? എനിക്ക് തന്നതാണോ
ഈ വടിയും തൊപ്പിയൊക്കെ? ആ അതെ, കുറച്ചു നേരത്തേക്ക് ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കുന്നത് വരെ. കുട്ടിമണിക്ക് മർമ്മവിദ്യ അറിയാന്നല്ലേ പറഞ്ഞത്? ഇവന്റെ കണ്ണുമർമ്മം കുത്തി പൊട്ടിക്ക് കുട്ടിമണി. ഇവൻ ഇനി ഈ ലോകം കാണണ്ട. അപ്പ അവൻ സത്യം പറയും. കണ്ണു മമ്മനോ മൂക്ക് മമ്മനോ എല്ലാം ചെറിയാ. പല്ല് മമ്മത്തിന് എല്ലാ പല്ലും പോവും. പോട്ടെ, എല്ലാ പല്ലും പോട്ടെ. എന്നാ പിന്നെ തുടങ്ങിക്കോ കുട്ടിമണി. ഇനിയിപ്പോ കുറച്ചു നേരത്തേക്ക് ഇവിടുത്തെ വനിതാ പോലീസ് കുട്ടിമണിയാ. കുട്ടിമണി കണ്ടുപൂച്ചേ, നിന്നെ ഞാൻ ഇവിടെ ഇട്ട് തല്ലിക്കൊല്ലും. കൊന്നോളാ നീ ഷാറ് വന്നല്ലോ. സത്യം പറയടാ, നീ അല്ലേ എന്റെ അമ്മയെ കൊണ്ടത്? നീ പോടി പെണ്ണെ, പേടിപ്പിക്കാതെ. എന്റെ അമ്മയെ കൊണ്ടിട്ട് എന്നെ മര്യാദ കഴിച്ചുവിടാ. ഞാൻ കോടതി വിളിച്ചു പറയും. മര്യാദ വിലം കഴിച്ചുവിടാ. മോനെ, കോടതിയിലോട്ട് നീ ചെന്നാലല്ലേ നിന്നെ കോടതിയിലേക്കല്ല കുഴിയിലോട്ടാ എടുക്കാൻ പോകും. പറഞ്ഞോടാ. അത് മതികല പറഞ്ഞിട്ടാ. കുട്ടിമണിയെ കൊല്ലാനാ മതികല പറഞ്ഞത്. പക്ഷെ ആള് മാറിപ്പോയി. ശാരദാമ്മയെ കൊന്നതാ. കിട്ടേണ്ടത് കിട്ടിയപ്പോ സത്യം വെളിയിൽ വന്നു. ഇനി നീ ഇത് കോടതി മാറ്റി പറയൂ. ഇല്ല ഇല്ല, എനിക്കിതിന് വെള്ളം താ. കുട്ടിമണി മോളെ, ദാണ്ട് അവിടെ ഇരിക്കുന്ന വെള്ളം എടുത്ത് ഈ മാമന് കൊടുത്തേ. കുട്ടിമണി ഇനി മതി, അതിങ്ങ് തന്നേര്. ഇന്നലെ കണ്ണമ്പൂച്ച നീ കുടിച്ചോടാ, കുടിച്ചോ 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 കുടിക്കാ കുടിക്ക ഇതുപോലെ മോനെ ശിവ, ബുദ്ധിയില്ലാത്ത പെൺകുട്ടിയാവുള്ളൂ. പക്ഷെ നിനക്ക് വെള്ളം തരാനുള്ള മനസ്സുകൾ കാണിച്ചു. ഇപ്പൊ നീ കുടിച്ച വെള്ളമില്ലേ, അതാണ് നിനക്കിപ്പോൾ കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു പുണ്യം. അല്ലാതെ ബാഗിൽ വെച്ചിരിക്കുന്ന നോട്ട് കെട്ടുകളല്ല. മനസ്സിലായോ നിനക്ക്? ആ പണത്തിന് വേണ്ടി പലരുടെയും ജീവൻ എടുക്കുമ്പോൾ ഓർക്കണമായിരുന്നു, ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ വില പോലും ഇല്ല അതിനൊന്നും. നിങ്ങൾ അങ്ങോട്ടിരിക്കെ, ഞാൻ വരാം. മനസ്സിന് എന്റെ കുട്ടിമണിക്ക് ഇത്ര അറിയായിരുന്നല്ലോ. സന്തോഷമായി. പിന്നല്ലാതെ എന്റെ മനുഷ്യൻ എന്നെ കൊല്ലുന്നു പറഞ്ഞാ ഞാൻ വിശ്വസിച്ചോ? വിശ്വസിച്ചോ പിച്ചളെ? ഇല്ല, ഒരിക്കലും വിശ്വസിക്കില്ല. എന്റെ കുട്ടിമണി പെങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് ആരാ പറഞ്ഞത്? അങ്ങനെ പറ.